ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലിൻസ സിറാജ്. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് വിട. സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ന്യൂഡൽഹിയിലെ നിഗം ബോധ് ഘട്ടിൽ നടന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അമിത് ഷാ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ തുടങ്ങിയവർ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. അനുശോചന പ്രവാഹത്തിൽ രാഷ്ട്രതന്ത്രജ്ഞൻ, സാമ്പത്തിക വിദഗ്ധൻ എന്നീ നിലകളിൽ മൻമോഹൻ സിംഗ് സമൂഹത്തിന് നൽകിയ സംഭാവനകൾ അനുസ്മരിക്കപ്പെട്ടു. വ്യാഴാഴ്ച രാത്രിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് അന്തരിച്ചത്. 92 വയസ്സായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 117-ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലും പരിപാടി തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലും മൻ കി ബാത് ലഭ്യമാകും. ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങളും പരിഷ്കരിക്കപ്പെടണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊച്ചിൻ അന്താരാഷ്ട്ര വിമാനത്താവളം സിയാലിന്റെ പുതിയ സംരംഭമായ താജ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൂടുതൽ വിമാന കമ്പനികളെ ആകർഷിക്കുക, പ്രാദേശിക കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുക, കൂടുതൽ സേവനങ്ങൾ ഡിജിറ്റൈസ് ചെയ്യുക തുടങ്ങിയവയാണ് സിയാലിന്റെ പ്രധാന പ്രവർത്തനങ്ങളെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കുമായി 211 കോടി രൂപ കൂടി അനുവദിച്ചതായി മന്ത്രി കെ.എൻ. ബാലഗോപാൽ. പൊതു ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുന്ന ജനറൽ പർപ്പസ് ഫണ്ടിന്റെ ഒരു ഗഡു കൂടിയാണ് അനുവദിച്ചിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്തുകൾക്ക് 150 കോടി രൂപ ലഭിക്കും. ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് 10 കോടി, ജില്ലാ പഞ്ചായത്തുകൾക്ക് 7 കോടി, മുനിസിപ്പാലിറ്റികൾക്ക് 26 കോടി എന്നിങ്ങനെയാണ് അനുവദിക്കുക. കോർപ്പറേഷനുകൾക്ക് 18 കോടി രൂപ ലഭിക്കും. ജനങ്ങൾക്ക് ലഭിക്കേണ്ട നീതി സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് വൈകിക്കുന്ന പ്രവണതകൾ അവസാനിപ്പിക്കണമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. കൽപ്പറ്റ സെന്റ് ജോസഫ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ കരുതലും കൈത്താങ്ങും താലൂക്ക് തല അദാലത്തുകളുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നിസ്സാരമായ കാര്യങ്ങൾ പോലും വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയാലും ഉദ്യോഗസ്ഥരുടെ അശ്രദ്ധ കൊണ്ടും നടപ്പാകാതെ പോകുന്നുണ്ടെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സംസ്ഥാന സ്കൂൾ കലോത്സവം മികച്ച രീതിയിൽ സംഘടിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി വി ശിവൻകുട്ടി. കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ശിക്ഷക് സദനിൽ ചേർന്ന സംഘാടക സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. മേളയുടെ ഉദ്ഘാടനം ജനുവരി 4 രാവിലെ മുഖ്യവേദിയായ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. നഗരത്തിലെ 25 വേദികളിലായി 249 ഇനങ്ങളിലാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. 15,000 കലാപ്രതിഭകൾ മേളയിൽ മാറ്റുരയ്ക്കും. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ 14 പ്രതികൾ കുറ്റക്കാരെന്ന് കൊച്ചി CBI കോടതി. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കെതിരെ കൊലക്കുറ്റം തെളിഞ്ഞതായും മുൻ MLA KV കുഞ്ഞിരാമൻ കേസിൽ കുറ്റക്കാരനാണെന്നും കോടതി കണ്ടെത്തി. ശിക്ഷ ജനുവരി 3 വിധിക്കും. 2019 ഫെബ്രുവരി 17 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന ശരത് ലാൽ, കൃപേഷ് എന്നിവർ കൊല്ലപ്പെട്ടത്. കേസിൽ 10 പേരെ വെറുതെ വിട്ടു. അതേസമയം CBI കോടതി വിധി ആശ്വാസം പകരുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അഭിപ്രായപ്പെട്ടു. ഇരകളുടെ കുടുംബത്തിന് നീതി ലഭിച്ചത് CBI കേസ് അന്വേഷിച്ചത് കൊണ്ടാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ വിധിന്യായം പൂർണ്ണമായും പുറത്തു വന്നിട്ടില്ലെന്നും CBI കോടതിയുടെ വിധി അന്തിമമാണെന്ന് പറയാൻ കഴിയില്ലെന്നും CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. CPM ഒരിക്കലും അക്രമത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിനായി സർക്കാർ വളരെ വേഗം പദ്ധതി തയ്യാറാക്കുകയാണെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. ജനങ്ങൾക്ക് യാതൊരുവിധ ആശങ്കയും വേണ്ടെന്നും രാജ്യത്തിന് തന്നെ മാതൃകയായ പുനരധിവാസ ടൗൺഷിപ്പ് ഉയരുമെന്നും അദ്ദേഹം പറഞ്ഞു. കൽപ്പറ്റയിൽ കരുതലും കൈത്താങ്ങും താലൂക്ക് തല അദാലത്തുകളുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഭൂമി കണ്ടെത്തൽ അടക്കമുള്ള പ്രാഥമിക നടപടികൾ പുരോഗമിക്കുകയാണെന്നും ദുരന്തബാധിതരുടെ സ്ഥിര പുനരധിവാസം ഉടൻ ലക്ഷ്യത്തിലെത്തിക്കുമെന്നും ശ്രീ എ കെ ശശീന്ദ്രൻ പറഞ്ഞു. ലോക ചെസ് ചാമ്പ്യൻ D. ഗുകേഷ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ചു. ഡൽഹിയിലെ വസതിയിലെത്തിയാണ് ഗുകേഷ് പ്രധാനമന്ത്രിയെ കണ്ടത്. ഗുകേഷിന്റെ പ്രതിബദ്ധതയും സമർപ്പണവും പ്രചോദനകരമെന്ന് പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. അഖിലേന്ത്യാ ഇന്റർ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത നേടി കാലിക്കറ്റ് സർവകലാശാല വനിതാ ഫുട്ബോൾ ടീം. കാരിക്കുടിയിലെ അളഗപ്പ സർവകലാശാലയിൽ നടന്ന സൗത്ത് സോൺ ചാമ്പ്യൻഷിപ്പിൽ ഭാരതിദാസൻ സർവകലാശാലയെ 2-1 തോൽപ്പിച്ചതോടെയാണ് കാലിക്കറ്റ് യോഗ്യത ഉറപ്പിച്ചത്. അടുത്ത മാസം 11 മുതൽ 16 വരെ പഞ്ചാബിലെ GNA സർവകലാശാലയിലാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത്.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.